ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് CPIM. പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. വൻതോതിൽ വോട്ട് ചോർന്നിട്ടുള്ള ഇടങ്ങളിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കാനും തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ് UDF-നാണ് 5% വോട്ട് നഷ്ടപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണമാണ് ഈ കേട്ടത്. ആദ്യം ഇങ്ങനെ പറഞ്ഞ് തടിയൂരിയെങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പ് തോൽവിയുണ്ടാക്കിയ ആഘാതം അത് പാർട്ടിയെ ചെറുതായൊന്നുമല്ല പിടിച്ചുലച്ചത്. നിലവിൽ തോൽവി പരിശോധിക്കാൻ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ നേതൃയോഗം തുടരുകയാണ്. പാർട്ടി കേഡർ വോട്ടുകൾ ചോർന്നു. മതന്യൂനപക്ഷ വോട്ടുകളും പരമ്പരാഗത വോട്ടുകളിലും വിള്ളലുണ്ടായി. കേഡർ വോട്ടുകളിൽ പലതും BJPക്ക് ചോർന്നെന്നാണ് സെക്രട്ടേറിയറ്റിലെ വിലയിരുത്തൽ. ഒപ്പം തന്നെ പാർട്ടി വോട്ടുകളിലെ വിള്ളൽ അത് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചെന്നും സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ട്. ജയിക്കുമെന്ന് CPIM കണക്കുകൂട്ടിയ ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിൽ നേരിട്ടത് വലിയ തിരിച്ചടിയാണ്. പത്തനംതിട്ടയിൽ പാർട്ടി വോട്ടുകളിൽ പോലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ കണക്ക് നോക്കുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ വോട്ടിടിവാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം ഉൾപ്പെടെ മട്ടന്നൂർ, കായംകുളം, അമ്പലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് വിഹിതം കുറഞ്ഞു. LDF MLA-മാരുള്ള 11ഓളം നിയോജക മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തു. 13ഓളം മണ്ഡലങ്ങളിൽ LDF മൂന്നാമതായി. തോൽവിയുടെ കാരണം മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് നിലവിൽ പാർട്ടി. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ എടുത്ത് സമഗ്രമായുള്ള പരിശോധനയാണ് നടക്കുന്നത്. കനത്ത തോൽവിയിൽ അന്വേഷണ കമ്മീഷൻ വേണമെന്നതാണ് നിർദ്ദേശം. കേഡർ വോട്ടുകളിലെ ചോർച്ച, ഒപ്പം തന്നെ അടിസ്ഥാന വോട്ടുകളിലുണ്ടായ കുറവ്, പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലുണ്ടായ കനത്ത തിരിച്ചടി, ഇവയെ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ട് തന്നെ തോൽവി പരിശോധിക്കുക എന്നതാണ് ആവശ്യം. നല്ലപോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. അപ്പോൾ ഇനി നമ്മൾ എന്താ വേണ്ടേ? എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യം നല്ലതുപോലെ കണ്ടുപിടിക്കണം. എല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും. തിരുത്തലിലേക്ക് കടക്കുമ്പോൾ അത് എങ്ങനെ വേണമെന്നത് മാർഗരേഖ തയ്യാറാക്കി നടപ്പിലാക്കാനാണ് ഇനി പാർട്ടിയുടെ ആലോചന. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം 2ാം ദിവസവും തുടരുകയാണ്. സുനിഷ അയ്യലൂരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സുനിഷ, PB തന്നെ കേരളത്തിൽ BJPയുടെ വളർച്ച പാർട്ടിക്ക് അറിയാൻ കഴിയാതെ പോയി തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ്. MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ഒക്കെ മണ്ഡലങ്ങളിൽ തന്നെ പാർട്ടിയുടെ കേഡർ വോട്ടുകൾ ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരുത്തൽ നടപടികളിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒട്ടും അകലെയല്ല. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു തിരുത്തലിലേക്കായിരിക്കും പാർട്ടി പോവുക? അന്വേഷണ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഇത് ഏത് രീതിയിൽ പഠിക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? വിനീത, ഈ തോൽവിക്ക് പിന്നാലെ തന്നെ കൃത്യമായി എന്തുകൊണ്ട് തോൽവി എന്നത് പരിശോധിക്കാൻ തന്നെയാണ് CPM ഇപ്പോൾ മുതിർന്നിരിക്കുന്നത്. അതിനുശേഷം അതിലൊരു തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കുക, അതാണ് ഇപ്പോഴുള്ള ഉദ്ദേശം. നേരത്തെ ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ നല്ലതുപോലെ തോറ്റു, ഇനി തോറ്റതിൻ്റെ കാരണം എന്ത് എന്ന് മനസ്സിലാക്കണം എന്നതാണ്. അത് തന്നെയാണ് ഇന്ന് ഈ 5 ദിവസമുള്ള നേതൃയോഗങ്ങളിലും പ്രധാനമായും ചർച്ചയാകുന്നത്. അതായത് മണ്ഡല അടിസ്ഥാനത്തിൽ കൃത്യമായി എങ്ങനെയാണ് വോട്ട് ചോർന്നത്, എവിടെയൊക്കെ വോട്ട് ചോർന്നിട്ടുണ്ട് എന്നതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. 20 മണ്ഡലങ്ങളും പ്രത്യേകമായി എടുത്ത് പരിശോധിക്കുക എന്നത് തന്നെയാണ് CPM ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇതേ രീതിയിലുള്ള പരിശോധന നടന്നിരുന്നു. ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അത് തന്നെയാണ്. നാളെ മുതൽ സംസ്ഥാന സമിതി കൂടിയുണ്ട്. ഏതായാലും അത്തരത്തിലൊരു പരിശോധന എന്നത് തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കേഡർ വോട്ടുകൾ ചോർന്നു എന്നത് തന്നെയായിരുന്നു. പാർട്ടിയുടെ അടിസ്ഥാനപരമായ വോട്ടുകളിൽ അത് വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഇത് തോൽവിയുടെ ആഘാതം
വർദ്ധിപ്പിച്ചു എന്നൊരു വിലയിരുത്തലിലായിരുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നത് തന്നെയാണ് പ്രധാനമായും പഠിക്കുന്നത്. നേരത്തെ തന്നെ ഈ യോഗങ്ങളിൽ കൃത്യമായി ഈ കേഡർ വോട്ടുകൾ BJP അടക്കം പോയിട്ടുണ്ട് എന്നത് വിലയിരുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം എന്നതടക്കം പരിശോധിക്കും. അങ്ങനെ 20 മണ്ഡലങ്ങളും ഓരോന്നായി എടുത്തുകൊണ്ട് തന്നെ പരിശോധിക്കുക എന്നതാണ്. നിലവിൽ ഇപ്പോൾ ബൂത്ത് തല കണക്കുകൾ, എവിടെ വോട്ട് കുറഞ്ഞു, എങ്ങനെ വോട്ടിൽ ഈ ഇടിവുണ്ടായി, എന്താണ് അവിടുത്തെ സാഹചര്യം എന്നതടക്കമുള്ളൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം നിലവിൽ ഇത് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും പ്രധാനമായും വോട്ടിടിവുള്ളിടത്തിൽ അന്വേഷണ കമ്മീഷനെ വെക്കുക. ഒപ്പം തന്നെ ഇതൊക്കെ പഠിച്ചതിനു ശേഷം ഒരു തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കുക എന്നതാണ്. അടുത്ത ദിവസങ്ങളിലുള്ള സംസ്ഥാന സമിതിയിൽ ഈ തിരുത്തൽ മാർഗരേഖ തയ്യാറാക്കിയേക്കുമെന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത.